Hi friends, welcome to Afiya's world. കുബൂസ് വെച്ച് പുട്ടുണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന്. ഇത് നല്ല ടേസ്റ്റുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുട്ടാണ്. കുബൂസ് ഞാൻ എടുത്തിട്ടുള്ളത് നൈസായിട്ടുള്ള ബ്രൗൺ കുബൂസാണ്. നിങ്ങളുടെ കയ്യിൽ ഏതാണ് ഉള്ളതെങ്കിൽ അതെടുക്കുക. പിന്നെ തേങ്ങ, കുറച്ച് ചെറിയ ജീരകം, നല്ല ജീരകം. ഇങ്ങനെ കട്ടിയുള്ള കുബൂസ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. ബ്രൗൺ കുബൂസ് വെച്ച് ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ശരി, ഗോതമ്പ് പുട്ടിൻ്റെ അതേ ടേസ്റ്റ് തന്നെ ആവും. ഇനി കുബൂസ് ഒന്ന് ചൂടാക്കിയെടുക്കുക. ചൂടാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. തണുത്ത കുബൂസൊക്കെ ആണെങ്കിൽ ഒന്ന് ചൂടാക്കിയെടുക്കുന്നത് നല്ലതാണ്. ചൂടാക്കിയതിന് ശേഷം കുറച്ച് സമയം പുറത്ത് വെച്ചാൽ കുബൂസ് ഹാർഡാവും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും. ഇനി ഇത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക. ചെറിയ പീസാക്കിയിട്ട് ഇട്ടാൽ പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും. കുബൂസ് പൊടിച്ചെടുത്തിട്ടുണ്ട്. പുട്ടുപൊടി പോലെ കുറച്ച് തരിയോടെ പൊടിച്ചെടുക്കുക. ഒരുപാട് പൊടിയാണ്ട് ശ്രദ്ധിക്കണം. പുട്ട് നനയ്ക്കണ പോലെ തന്നെ നനച്ചെടുക്കാം. കുബൂസിൽ ഉപ്പില്ലതാവും, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഉപ്പ് വേണമെന്നുള്ളവർക്ക് ചേർത്താൽ മതി. ഞാൻ പച്ചവെള്ളത്തിലാണ് കുഴക്കണത്. ചൂടുവെള്ളം വേണമെന്നൊന്നും നിർബന്ധമില്ല. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചാൽ മതി. നോർമലി നമ്മൾ പുട്ടിൽ നനയ്ക്കണ പോലെ നനയ്ക്കരുത്. കുറച്ച് വെള്ളം ഒഴിച്ചൊഴിച്ച് നനച്ച് നോക്കിയാൽ മതി. നനവ് അധികമാവാതെ ശ്രദ്ധിക്കണം. കൂടുതൽ നനച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ആകെ ഒരു ഒട്ടലാവും പുട്ടിന്. അങ്ങനെയൊന്നും ഇല്ലാണ്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നനച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി പുട്ടുണ്ടാക്കുക. അതിന് കുറച്ച് വെള്ളം ഒഴിച്ച് അതിൽ കുറച്ച് ജീരകം ഇടുക. ജീരകം ഇഷ്ടമില്ലാത്തവർ ഇടണ്ട, ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. ഇനി നോർമൽ പുട്ടുണ്ടാക്കണ പോലെ തന്നെ ചെയ്തെടുക്കുക. തേങ്ങ ഇട്ട് കുറച്ച് പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആവി വന്നതിന് ശേഷം മാത്രം പുട്ട് കുറ്റി വെച്ചെടുക്കുക. ഇനി പുട്ട് വേവിച്ചെടുക്കുക. നന്നായിട്ട് ആവി വന്നാൽ പുട്ടെടുക്കുക. ഒരുപാട് ടൈം ആവിയിൽ വെക്കേണ്ട ആവശ്യമില്ല. കുബൂസ് ഓൾറെഡി വെന്തിട്ടുള്ളതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയെടുത്താൽ മതി. ഇപ്പോൾ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഒരിക്കലെങ്കിലും കുബൂസ് പുട്ട് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. പഴം വെച്ചിട്ടോ കറിയോടിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സായി ഷെയർ ചെയ്യുക.